ഷാജിദ ഷാജിയുടെ ഉമ്മയുടെ ഒരു പുതിയ വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉപ്പയില്ലാതെ എൻ്റെ 3 മക്കളെയും ഞാൻ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഷാജിദ ഷാജിക്കും ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതും ഈ ഉമ്മ പറയുന്നു. ഇതൊക്കെ ഉമ്മയുടെ ബാധ്യത തന്നെയല്ലേ? ഷാജിദ ഷാജി ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യവുമാണ്. പക്ഷേ ഇപ്പോൾ ഷാജിദ ഷാജിയെ നേരിട്ട് വരുന്ന പ്രശ്നങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ സഹോദരിമാരും ഉമ്മയും അടക്കമുള്ളവരാണ് ഷാജിദക്ക് വലിയ വിലങ്ങുതടി. അങ്ങനെയാണ് ഷാജിദയുടെ വാദം. പക്ഷേ ഈ അവസ്ഥയിൽ മുതലെടുക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്. കുടുംബ പ്രശ്നങ്ങൾ യൂട്യൂബിൽ വന്ന് പറയുന്നത് കൊണ്ട് പല കുഴപ്പങ്ങളുണ്ടാകും. ഷാജിദ ഷാജി, നിങ്ങളാണ് ഇതിന് ആദ്യം തുടക്കം കുറിച്ചത്. ഉമ്മ നിങ്ങളെ വെട്ടാൻ വരുന്ന വീഡിയോ നിങ്ങൾ പുറത്തുവിട്ടു. ഇപ്പോൾ നിങ്ങളുടെ ഉമ്മ നേരെ കൈസിന് വിളിച്ച് അവർക്ക് പറയാനുള്ള ഭാഗങ്ങൾ പറയുന്നു. കരഞ്ഞിട്ടും വിലപിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇതിൽ നിന്ന് നേരായ മാർഗം തിരഞ്ഞെടുത്താൽ എല്ലാവർക്കും കൂടുതൽ വഷളാകാതെ മുന്നോട്ട് പോകാം. പരസ്പരം പറഞ്ഞു തീർക്കുക വിഷമങ്ങൾ, അല്ലാതെ നമ്മുടെ പല്ലിന് കുത്തി മറ്റുള്ളവർക്ക് മണപ്പിക്കുന്ന തരമാണ് ഇത്. ഷാജിദ ഷാജിയെക്കുറിച്ച് ഈ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഉമ്മയും പുറത്തു പറയാൻ മടിക്കുന്നതല്ലേ? ചെറിയ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ ഇത്തരത്തിൽ ഒരു മകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നത് ഒരു തെറ്റായ പ്രവണത തന്നെയാണ്. നിങ്ങൾ ഉമ്മയും മക്കളും ചിലപ്പോൾ നാളെ തന്നെ നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾ ഒന്നാകും. അപ്പോഴൊക്കെ ഈ ചെയ്ത കാര്യങ്ങളിൽ നിന്നുള്ള ഭവിഷ്യത്ത് നിങ്ങൾ കണ്ടറിയും. ഷാജിദാന്റെ മാപ്പിള മരിച്ച് ഞാൻ ഇവിടെ കൊടുങ്ങി ഇരുത്തി 2 കൊല്ലം പോകും. നമ്മുടെ ഈ ഒരു എതിദീനം വരുമ്പോൾ 2 കൊല്ലം കഴിയും. അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുങ്ങി ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവള് വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ കയറ്റില്ല, ഇനി അന്നെ ഇവിടെ കയറ്റില്ല, ഇനി എന്റെ വീട്ടിൽ വരും വേണ്ട പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരച്ചിൽ, ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ, ഉമ്മാനെ കയറ്റണ്ട, ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സമ്മതിച്ചൊന്നുമില്ല. എന്റെ മക്കളെ എന്താ ചെയ്യുന്നത് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. 5-6 മക്കളല്ല, 6 മക്കളെ ഞാൻ 4-5 മക്കളാണ്, 5 ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുത്തി. അവളും വന്നിട്ട് ഞാൻ അവളെ ചെയ്യത്തില്ല. അവൾ എന്റെ അനിയത്തിയും കൂടി, അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് വന്നത് കുറച്ച് ദിവസം ഞാൻ മുണ്ടാണ്ടായപ്പോ ഇവിടെ എന്താ കൈ മുറിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ കൈ അങ്ങനെ മുറിച്ച് 10-11 കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവളെ അത് കുഞ്ഞി കൊടുന്ന് വീണ്ടും അതൊരു 10-11 ദിവസം 21 ദിവസം ആകുമ്പോഴേക്കും വീണ്ടും കഷ്ടം കുടിച്ചു. പക്ഷെ അല്ല ഈ ഇതില്ലേ എന്താ പറയാ, ഉറക്കുളിയ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഉറക്കുളിയ ഇവിടെ കഴിച്ച് എന്തിനാ ചെയ്യുന്നത് അവൾക്ക് മാത്രം പഠിത്തം എനിക്ക് അറിയുള്ളൂ. ഉറക്കുളിയ കഴിച്ച് അതിൽ ഞാൻ ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നില്ല. ഇറങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് അറിയാം. അവർക്ക് 6 ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്ക പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടുപോയതാണ് വീട്ടിൽ നിന്ന്. അത് എനിക്കറിയില്ല. അത് ഇവിടെ കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ അവനെ ഇറക്കി കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾ ഒരു 10-15 ദിവസമൊക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി. പിന്നെ അവൻ നിക്കാഹിനാണ് പറഞ്ഞ് പോയി, നിക്കാഹ് കഴിച്ചില്ല. പിന്നെ ഇവിടെ അങ്ങനെ പ്രാന്ത് പോലെയൊക്കെ ആയി. പിന്നെ അവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് ആ വ്യക്തിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ ആണ് യൂട്യൂബിൽ ഇട്ടത്. ഇല്ല, അത് വേറെ ചെക്ക NNS കിട്ടിയതാണ്. അത് ഇവിടെ അല്ലേ കാസർഗോഡിലേക്ക്. കാസർഗോഡുള്ള ചെക്ക ഈ ചെക്കന്റെ കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക വിട്ടിട്ട് പോയപ്പോ കാസർഗോഡുള്ള ചെക്കനായിട്ട് കാസർഗോഡുള്ള ചെക്ക ആദ്യമായിട്ടുള്ളതാണ്. അത് എന്റെ മരുമകളുടെ ഇവിടെ ഉള്ളതാണ്.